ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എൻ ഡി എനെ സംബന്ധിച്ചും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും എന്നുള്ളത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതിൽ തന്നെ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചും തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരുടെ രണ്ടുപേരുടെയും നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യാവുന്ന കാര്യങ്ങൾ ആ ഇലക്ഷൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാം. കാരണം വോട്ട് ചോരിക്ക് ശേഷം വലിയ തോതിൽ ഇമേജ് ബിൽഡിംഗ് നടന്നിട്ടുള്ള ഒരാളാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് അധികാര യാത്രക്ക് അവിടെ എത്രത്തോളം ഫലപ്രദമാക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യമുണ്ട്. അതേസമയം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള ജനതാദൾ യുണൈറ്റഡിന് അവിടെ അധികാരം കിട്ടേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ BJPക്ക് അകത്ത് പോലും നരേന്ദ്രമോദി ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അത് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ മുതലുള്ള നിരവധി സംഭവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നില കുറച്ചുകൂടി വീക്കാണ്. അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് മോദി എന്ന് പറയുന്ന ഇമേജ് ഇടിയുകയാണ് എന്നുള്ളത് നമുക്ക് കാണാം. ഇത് തന്നെ 2024 ലോക്സഭയിൽ സംഭവിച്ചിരുന്നു. പക്ഷേ ആ സംഭവിച്ചതിനെ അദ്ദേഹം അതിജീവിച്ചത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പും അതുപോലെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പും കൃത്യമായി മാനേജ് ചെയ്തുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ ഒരു ജസ്റ്റ് രക്ഷപ്പെടലാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം BJPയും അതുപോലെ തന്നെ അവിടെയുള്ള കോൺഗ്രസും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് കേവലം 1.25 ലക്ഷം വോട്ടുകളാണ്, അല്ലെങ്കിൽ 85,000 വോട്ടുകൾ മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ നാരോ മാർജിനിലാണ് NDA അവിടെ ജയിച്ചത്, അല്ലെങ്കിൽ BJP അവിടെ ജയിച്ചത്. മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള വോട്ടിൻ്റെ കാര്യത്തിൽ ചില ക്രമക്കേടുകളൊക്കെ ആളുകൾ സംശയിക്കുകയും 5 മണിക്ക് ശേഷം വോട്ട് ചെയ്തവരുടെ നമ്പർ ക്രമാതീതമായി ഉയരുകയും എന്നാൽ അത്തരത്തിലുള്ള ഒരു ക്യൂ ഒരു ബൂത്തുകളിലും കണ്ടില്ല എന്ന് പറയുന്ന വലിയ വിമർശനമൊക്കെ ഉയരുകയും ചെയ്തത് നമുക്കറിയാം. അപ്പോൾ ആ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ് യഥാർത്ഥത്തിൽ ബീഹാറിൽ BJPയും അതുപോലെ NDAയും അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ജനതാദൾ യുണൈറ്റഡും ചേർന്ന് ഏത് തരത്തിലുള്ള തന്ത്രങ്ങളാണ് മെനയാൻ പോകുന്നതെന്ന്. ഇതേവരെ ഒരുപക്ഷെ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ലാത്ത 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു തന്ത്രങ്ങളുടെ ഒരു മിക്സ്ചറാണ് അവിടെ ഫലപ്രദമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിലൊന്ന് തങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത മൈനോറിറ്റി കമ്മ്യൂണിറ്റികളിലെയും അതുപോലെ സ്ത്രീകളുടെയും ഒക്കെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ, രണ്ടാമത്തേത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രീതിയിൽ 12,100 കോടി രൂപ ഈ ജനങ്ങളുടെ കൈകളിലേക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കൈകളിലേക്ക്, ഏതാണ്ട് 1,21,00,000 വരുന്ന ആളുകളുടെ കൈകളിലേക്ക് കൃത്യമായി എത്തിക്കുന്നൊരു പദ്ധതി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്നു. നമുക്കറിയാം ഫ്രീബീസ് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ളൊരു പരിപാടിയാണ്. ലാഡ്ലി ബഹൻ യോജന മുതൽ നിരവധി ഇത്തരത്തിൽ സ്ത്രീകൾക്ക് പണം കൊടുത്തുകൊണ്ട് വോട്ട് മേടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ അതൊക്കെ കൊടുക്കുമ്പോൾ പോലും ഒരു പദ്ധതിയുടെ പേരിലാണ് അതെല്ലാം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതെങ്കിൽ ഇതൊരു പദ്ധതിയുമില്ലാതെ വെറുതെ ആളുകൾക്കൊരു 10,000 രൂപ കൊടുക്കുന്നു. അതും അവർ സ്വയം തൊഴിൽ കണ്ടെത്താൻ അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആലോചിക്കുന്നതിന് വേണ്ടി മാത്രം ഓരോരുത്തർക്കും 10,000 കോടി വീതം 10,000 രൂപ വീതം കൊടുക്കുന്നു. ആ 10,000 രൂപ വീതം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊത്തം തുക എന്ന് പറയുന്നത് 12,100 കോടി രൂപയോളം വരും. അപ്പോൾ ഈ 12,100 കോടി രൂപ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെൻറ്റും ഒരു സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ഏതാണ്ട് 6-1 എന്ന് പറയാവുന്ന വോട്ടർമാർക്ക് കൊടുക്കുകയാണ് ബീഹാറിൽ എന്ന് പറയുന്ന ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ഇനി ഇത് സ്വന്തം സർക്കാരിൻ്റെ പൈസ എടുത്ത്, അതായത് ജനങ്ങളുടെ പണമെടുത്ത് ജനങ്ങൾക്ക് തന്നെ കൊടുത്ത് അവരുടെ വോട്ട് മേടിക്കുന്ന ഒരു തന്ത്രമാണ് പറ്റാൻ പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ആദ്യത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ആദ്യം സംഭവിച്ചിട്ടുള്ളത് വോട്ടുകളുടെ ഡിലീഷനാണ്. അവിടെ യഥാർത്ഥത്തിൽ ആദ്യമുണ്ടായിരുന്നത് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുള്ള വോട്ടുകൾ കൃത്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടി നടത്തുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് 7.89 കോടി പേരാണ്. ഈ 7.89 കോടി പേരിൽ ഏതാണ്ട് 6% ആളുകൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേര് ഇല്ലാതാക്കപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് 7,42,00,000 ആളുകളാണ്. എന്ന് പറഞ്ഞാൽ അത്രയും 7,89,00,000 നിന്ന് 7,42,00,000 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 50 ലക്ഷത്തിലധികം വരുന്ന ആളുകളുടെ, ഏതാണ്ട് 50 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് ചുരുക്കം. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വോട്ടിൻ്റെ ഡിലീഷൻ ഉണ്ടാകുന്നു. ഈ ഡിലീഷൻ എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് വരാം. യഥാർത്ഥത്തിൽ ഈ 7 ആദ്യം വരുന്നത് ഈ പറയുന്ന റിവിഷന് ശേഷം വരുന്നത് 7.24 കോടി വോട്ടേഴ്സാണ്. 7,24,00,000 വോട്ടേഴ്സാണ്. അപ്പോഴാണ് നിങ്ങൾക്കെല്ലാം പറയുന്ന പോലെ 65 ലക്ഷം വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന വലിയ വാദം ഉയർന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വാദം ഉയരുമ്പോൾ 65 ലക്ഷം വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ വാദം ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ
സുപ്രീം കോടതി വലിയ ഒരു പ്രഖ്യാപനം നടത്തി. കാരണം ഇവർ പറയുന്ന രേഖകളല്ലാതെ ആധാർ അവരുടെ റെസിഡൻസിലുള്ള രേഖയായി അംഗീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അംഗീകരിക്കപ്പെട്ടപ്പോൾ 21.5 ലക്ഷത്തോളം ആളുകൾ ഇതിനൊപ്പം വീണ്ടും കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ 21.5 ലക്ഷത്തോളം ആളുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടതിന് ശേഷം വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം അവർ വീണ്ടും ഒരു 3.66 ലക്ഷത്തോളം ആളുകളെ കൂടി ഇതിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ ഇത്തരത്തിൽ 21.5 ലക്ഷം ആളുകളെ കൂട്ടിച്ചേർത്തു, ഏതാണ്ട് 3.5 കോടിയോളം വരുന്ന ആളുകളെ ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കിയപ്പോൾ കിട്ടിയ ഏറ്റവും ഫൈനൽ ടാലിയാണ് 7.42 കോടി എന്ന് പറയുന്ന ഒരു ആളുകളുടെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രത്തോളം വരുന്ന ആളുകൾ, ഏതാണ്ട് 17.9 ലക്ഷത്തോളം ആളുകൾ പുതിയതായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടു, ഒഴിവാക്കിയതൊക്കെ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒഴിവാക്കപ്പെട്ടു. ഇതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് 470ഓളം വരുന്ന സെൻട്രൽ ഒബ്സർവേഴ്സിനെ അവിടെ നിയമിക്കുകയും അതിൽ 320 IASകാരുണ്ടാവുകയും 60 IPSകാരും വെച്ചുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തിയത്. ഇനി ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തിയപ്പോൾ സംഭവിച്ച ചില രസകരമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതായത് വാൽമീകി നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 18 മുതൽ 29 വയസ്സ് വരെയുള്ള 252 പേരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അതിൽ ഒഴിവാക്കിയതിൽ 125 പേർ പുരുഷന്മാരാണ്, 127 പേർ സ്ത്രീകളാണ്. ഇവരെല്ലാവരെയും തന്നെ ഒഴിവാക്കിയത് അവരുടെ മരിച്ചവർ എന്നുള്ള ലേബലിലാണ്. ഈ മരിച്ചവർ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 18നും 29 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഇനി അതേ മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് ഇതേ പ്രായപരിധിയിൽപ്പെട്ട 790 പേരെ വീണ്ടും ഒഴിവാക്കിയിട്ടുണ്ട്. അവർ ഈ പറയുന്ന 2 വോട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒഴിവാക്കിയതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1390 പേരെ വാൽമീകി നഗറിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വോട്ടിൻ്റെ പേരിൽ എന്ത് ചെയ്തു, ഒഴിവാക്കപ്പെട്ടു. ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോയിട്ടുള്ള ഏതാണ്ട് ഒരു 12,800 പേർ വാൽമീകി നഗറിൽ മാത്രം നിങ്ങൾ അറിയേണ്ടത് അവർ പെർമനൻ്റ്ലി ഈ സ്ഥലത്തില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് പെർമനൻ്റ്ലി ഷിഫ്റ്റ് ചെയ്തവരാണ് എന്നുള്ള പേരിൽ ഒഴിവാക്കി. അൺട്രേസബിളായിട്ട് ഏതാണ്ട് 3000-ലധികം പേരെ ഒഴിവാക്കി. എന്ന് പറഞ്ഞാൽ ഓരോ മണ്ഡലങ്ങളിലും ഏതാണ്ട് 8,000 മുതൽ 11,000 വരെയുള്ള ആളുകളെ ഇത്തരത്തിൽ അൺട്രേസബിൾ ആണെന്നോ അല്ലെങ്കിൽ പെർമനൻ്റ്ലി ഷിഫ്റ്റഡ് ആണെന്നോ ഒക്കെ പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒഴിവാക്കപ്പെട്ടവരിൽ ആരാണ് കൂടുതൽ എന്ന് നോക്കിയാൽ അതിൽ മഹാഭൂരിപക്ഷവും തന്നെ സ്ത്രീകളാണ്. ഇത് തന്നെ നമ്മളെ മുമ്പിൽ ഉയർത്തുന്ന വലിയ ചോദ്യമുണ്ട്. കാരണം 18 വയസ്സിനും 44 വയസ്സുള്ള ആളുകളാണ് ഈ മരിച്ചവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ മരിച്ച 7 പേരുമായി രാഹുൽ ഗാന്ധി ചായ കുടിക്കുന്ന ദൃശ്യം നിങ്ങൾ ഓരോരുത്തരും ഓർക്കുന്നുണ്ടാവും. സുപ്രീം കോടതിയിൽ തന്നെ നമ്മുടെ യോഗേന്ദ്ര യാദവ് ഇത്തരത്തിൽ മരിച്ചിട്ടുള്ള ചില ആളുകളെ ഹാജരാക്കിക്കൊണ്ട് സുപ്രീം കോടതിയെയും ഞെട്ടിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ആധാർ കൂടി നിങ്ങൾ ഈ രേഖയായി പരിഗണിക്കണം എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത്. സുപ്രീം കോടതിയുടെ ഇലക്ഷൻ കമ്മീഷൻ വാദിച്ചൊക്കെ തന്നെ വിചിത്രമായിട്ടുള്ള കാര്യമാണ്. സെലക്ഷൻ കമ്മീഷൻ വാദിച്ചത് ഈ രേഖകളൊന്നും തന്നെ പൗരത്വത്തിൻ്റെ അന്തിമ രേഖകളല്ല, വോട്ടെടുക്കേണ്ടതല്ല. അപ്പോൾ സുപ്രീം കോടതി തിരിച്ചു ചോദിച്ചത് നിങ്ങളിപ്പോൾ അംഗീകരിച്ച രേഖകളിൽ ഏതെങ്കിലും അന്തിമ രേഖയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരുപാട് വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന 7.42 കോടി എന്ന് പറയുന്ന വോട്ടേഴ്സിലേക്ക് ഈ പറയുന്ന പോലെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ന്യൂനപക്ഷ സമുദായക്കാരായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ സ്ത്രീകളായിട്ടുള്ള ആളുകളുടെയൊക്കെ തന്നെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഏതാണ്ട് ഒരു മണ്ഡലത്തിൽ ഒരു 10,000 വോട്ടുകൾ വീതം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ഘട്ടത്തിൽ തങ്ങൾക്ക് വോട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലെയും ആളുകളെയും ഒക്കെ തന്നെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു പ്രഖ്യാപനം അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ നിതീഷ് കുമാർ നടത്തി. ആ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതിയുടെ പേര് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അവിടെ ജാതി മത ഇക്വേഷൻസിലാണ് എല്ലാ തവണയും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ത്യയിൽ തന്നെ പലപ്പോഴും ആളുകൾ പറയുന്നത് അവരവരുടേതായിട്ടുള്ള ജാതികളായിട്ടുള്ള ആളുകൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയൊക്കെ ആകുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും 52% പേർ ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നതെന്നാണ് ചില കണക്കുകൾ പറയുന്നത്. അതിൽ തന്നെ ബീഹാറിലെ കണക്കുകൾ പറയുന്നത് 57% പേരും അവിടെ അങ്ങനെ വോട്ട് ചെയ്യുന്നവരാണ്. കാരണം ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്നവരാണെന്നാണ്. പക്ഷെ അപ്പോഴും ബാലൻസ് ഉള്ള 43% എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പറാണ്. അതിൽ തന്നെ മഹാഗഡ്ബന്ധനും ഈ പറയുന്ന NDAക്കും അവിടെ കൃത്യമായിട്ട്, അതായത് ഇന്ത്യ മുന്നണിക്കും NDAക്കും ഉള്ളത് 30% വീതം വോട്ടുകളാണ്. ബാക്കിയുള്ള ഏതാണ്ട് 30%-ഓളം വോട്ടുകൾ, അല്ലെങ്കിൽ 40%-ഓളം വരുന്ന വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നവരിൽ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള വോട്ടുകളാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ് LJP എന്ന് പറയുന്ന കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച പാർട്ടിക്ക് പോലും ലക്ഷക്കണക്കിനുള്ള വോട്ടുകൾ, 28 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ കിട്ടിയത്. അതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാലൻസ് ഉള്ള ആളുകളെ എങ്ങനെ പിടിക്കാം എന്നുള്ളതിന്
അതിഗംഭീരമായിട്ടുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പദ്ധതിയാണ് കൊണ്ടുവന്നേക്കുന്നത്. ആ പദ്ധതിയുടെ പേരാണ് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. അപ്പോൾ ആ പദ്ധതി പ്രകാരം 1,21,00,000 വരുന്ന വനിതകൾക്ക്, അതായത് ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും മിക്കവാറും കിട്ടിയിട്ടുണ്ടാവും, കാരണം 6 പേര് വോട്ട് ചെയ്യുന്നതിൽ ഒരാൾക്ക് ഇത് കിട്ടും. 1,21,00,000 വരുന്ന വനിതകൾക്ക് ഓരോരുത്തർക്കും 10,000 രൂപ വീതം സർക്കാർ അങ്ങോട്ട് കൊടുത്തു. ഈ കൊടുക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 6 വരെയുള്ള തീയതികളിലാണ്. ഈ സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 6 വരെയുള്ള 10 ദിവസത്തെ പീരീഡിനൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ആ പ്രത്യേകത എന്ന് പറയുന്നത് ഒക്ടോബർ 6-നാണ് യഥാർത്ഥത്തിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അതായത് ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ചു എന്നറിയുന്ന വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ടാണ് നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന 10,000 രൂപ വീതം ഓരോരുത്തർക്കും കൊടുത്തത്. 1,21,00,000 വരുന്ന വനിതകൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ഈ പണം കൊടുത്തു. ഈ പണം കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഒരു കണ്ടീഷനും ഇതിലില്ല, ഒരു ആപ്ലിക്കേഷൻ മേടിച്ചിട്ടില്ല, ഒന്നുമില്ല. പകരം വനിതകൾക്ക് മുഴുവൻ ഈ പണം കൊടുത്തേക്കാണ്. ഈ പണം കൊടുക്കുമ്പോൾ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ നിങ്ങളൊന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 10,000 രൂപ കൊടുത്തേക്കണത്. കൂടാതെ നിങ്ങൾ ഏതെങ്കിലും പദ്ധതികൾ പിന്നീട് സമർപ്പിച്ചാൽ, അത് പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായിരിക്കും, അന്നേരം സമർപ്പിച്ചാൽ കാശ് കിട്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. പദ്ധതികൾ സമർപ്പിച്ചാൽ 2 ലക്ഷം രൂപ വീതം ഓരോരുത്തർക്കും കിട്ടും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാര്യത്തിൻ്റെ ഒരു പിന്നാമ്പുറം കൂടിയുണ്ട്. ആ പിന്നാമ്പുറം എന്താണെന്ന് വെച്ചാൽ മഹാഗഠബന്ധൻ എന്ന് പറയുന്ന അവിടുത്തെ ഈ പറയുന്ന പോലെ തേജസ്വി യാദവിൻ്റെയും RJDയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സഖ്യം ഞങ്ങൾ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഓരോ വനിതകൾക്കും 5,000 രൂപ വീതം നൽകുന്ന, വർഷം 5,000 രൂപ നൽകുന്ന പദ്ധതി നടപ്പാക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പദ്ധതി നടപ്പാക്കുമെന്ന് മഹാഗഠബന്ധൻ പറയുമ്പോൾ ഇവിടെ പദ്ധതി ഒന്നും നടപ്പാക്കാതെ തന്നെ വെറുതെ വീട്ടിലിരിക്കുന്നവരെയും നിങ്ങളൊന്ന് ആലോചിക്കൂ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനെക്കുറിച്ച് എന്ന് പറഞ്ഞ് വിശാല ഹൃദയനായിട്ടുള്ള ഈ പറഞ്ഞ പോലെ നിതീഷ് കുമാറും നരേന്ദ്രമോദിയും കൂടി എന്ത് ചെയ്തു, ഈ പണം 10,000 രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്കും കൊടുത്തു. പിന്നെ പണം നൽകുമ്പോഴും വളരെ കൃത്യമായിട്ട് ഷെയറുകൾ ഓരോരുത്തരും എടുത്തിട്ടുണ്ട്. കാരണം സെപ്റ്റംബർ 26-ന് 7,500 കോടി രൂപ നൽകിയത് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഒക്ടോബർ 3-ന് 2,500 കോടി രൂപ നിതീഷും കൂടി നൽകി. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് 10,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും കൂടി നൽകി. വാർത്താ സമ്മേളനം വിളിച്ച അന്ന് നിങ്ങൾ അറിയേണ്ടത്, അതായത് ഈ പറയുന്ന ഒക്ടോബർ 6-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടി വാർത്താ സമ്മേളനം വിളിച്ച അന്ന് 4 മണിക്കാണ് വാർത്താ സമ്മേളനമെങ്കിൽ രാവിലെ തന്നെ ബാക്കി 2,100 കോടി രൂപ എന്ത് ചെയ്തു നൽകി. എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കറിയാം ഏത് തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ഫ്രീ ആയി കിട്ടും, അതുപോലെ വാട്ടർ ഫ്രീ ആയി കിട്ടും, ചിലപ്പോൾ ക്ഷേമ പെൻഷനുകൾ വർദ്ധിക്കും. ഇത്തരത്തിലുള്ള പല പദ്ധതികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വളരെ അത്യപൂർവമായി നേരിട്ട് തന്നെ പണം കൊണ്ടെടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കണ്ടത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ എതിർക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അതായത് 1,21,00,000 വരുന്ന ആളുകൾ, വനിതകൾക്ക് ഈ പണം കിട്ടുമ്പോൾ ഈ പണം മേടിക്കരുത്, ഇത് തെറ്റാണ്, ഇത് കൊടുക്കരുത് എന്ന് പറയാൻ പോലും പ്രതിപക്ഷ പാർട്ടികൾക്ക് പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന 12,100 കോടി രൂപ കൈക്കൂലിയായി കൊടുത്തുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം നിയന്ത്രിക്കാൻ കിട്ടുന്ന ഒരു ചാൻസാണ് 10,000 രൂപ. യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ കൈക്കൂലിയാണ്. പക്ഷെ അത് നിയമപരമായി ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം നേരത്തെ നമുക്കറിയാലോ, നമ്മുടെ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ കള്ളും അതുപോലെ തന്നെ അതുപോലെ ചിക്കനും ഈ ഫുഡും ഒക്കെ കൊടുത്തുകൊണ്ട് പലതരത്തിലും സ്വാധീനിക്കാൻ വേണ്ടി ശ്രമമുണ്ടായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇല്ലീഗലാണ്. വേണമെങ്കിൽ പിടികൂടാൻ കഴിയുമായിരുന്നെങ്കിൽ ഇവിടെ ഒരു സംസ്ഥാന ഗവൺമെൻറ് തന്നെ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഏറ്റവും ആദ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ഫ്രീബീസ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയൊക്കെ കൊടുക്കുമ്പോൾ അതിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്ന ആളുകളാണ് BJPക്കാർ. അപ്പോൾ BJP ലാഡ്ലി ബഹൻ യോജന എന്നൊക്കെ പറഞ്ഞ് പല പദ്ധതികളും പല പരിപാടികളുമൊക്കെ തന്നെ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ തന്നെ ചെയ്തതാണ്, ഹരിയാനയിലൊക്കെ ചെയ്തതാണ്, വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയും ഒക്കെ ചെയ്തതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യം വലിയ അപകടത്തിലാണ്. കാരണം കൃത്യമായി ഒരു തരത്തിലുള്ള മാനദണ്ഡവുമില്ലാതെ ഒരു ആപ്ലിക്കേഷൻ പോലും സ്വീകരിക്കാതെ വോട്ടർമാർക്ക് വോട്ട് ചെയ്യുന്നതിന് ഏതാണ്ട് കൃത്യം 1 മാസം മുമ്പ് വളരെ കൃത്യമായി അവരുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് 7,500 രൂപയും പിന്നെ 2,500 രൂപയും അടക്കം 10,000 രൂപ കൃത്യമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇത് നിതീഷ് കുമാറിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ടാക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. കാരണം അവിടെ ഏതാണ്ട് 52-53% വരുന്ന സ്ത്രീകളാണ്. സ്ത്രീകളുടെ വോട്ടിംഗ് ടേൺ ഔട്ട് കൂടിയാൽ
വലിയ തോതിലുള്ള ഒരു സ്വീപ്പ് ഉണ്ടാകാം എന്നുള്ളതാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും അവിടെ എന്ന് പറയുന്നത്. ഞാൻ തന്നെ കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങളോട് അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് 3% വരുന്ന വ്യത്യാസം സ്ത്രീകൾ കൂടുതലായിട്ടാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ വലിയ സ്വീപ്പ് ഉണ്ടാകും. സ്ത്രീകൾ കുറവാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിലേക്ക് NDA നയിച്ചേക്കാം. വളരെ റെയറായിട്ടുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് പുരുഷന്മാരാണ് വലിയ തോതിൽ കൂടുതലായിട്ട് വോട്ട് ചെയ്യുന്നതെങ്കിൽ മാത്രം RJDക്കും കോൺഗ്രസിനുമൊക്കെ ഏതാണ്ട് സാധ്യതകളുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യമെന്ന് പറയുന്നത്. പല ആളുകളും വന്നിട്ട് നിതീഷ് മോദി ഫാക്ടർ അവിടെ ഗംഭീരമായി വർക്ക് ചെയ്യുന്നു, നിതീഷ് 27% ആളുകൾ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു, ഇപ്പോഴും 25% തേജസ്വി യാദവിനുള്ളൂ, അതുപോലെ ലെഫ്റ്റ് പാർട്ടീസിൻ്റെ ഇടയ്ക്ക് മഹാഗഡ്ബന്ധൻ്റെ ഇടയ്ക്ക് വലിയ തോതിലുള്ള പിളർച്ചയുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. അതുപോലെ രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള വോട്ട് ചോരി വിവാദം അവിടെ വലിയ ചർച്ചയായിട്ടില്ലാതെ കേൾക്കുന്നു. 52% പേർ വിശ്വസിക്കുന്നത് ഇപ്പോഴും ചില സർവേകളിൽ ഈ അലിഗേഷൻസ് ഒക്കെ ഫേക്കാണ് എന്നുള്ളത് വിശ്വസിക്കുന്നു. കോൺഗ്രസ് ഭയങ്കര വീക്കാണ്, അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വീക്കായിട്ടുള്ള പെർഫോമൻസ് അവിടെ ഉണ്ടാകൂ എന്ന് പറയുന്നു. ഇത്തരത്തിലൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം, പ്രശാന്ത് കിഷോർ പറയുന്നത് 20 സീറ്റിൽ കൂടുതൽ അവിടെ ഒരു കാരണവശാലും ഈ ജനതാദൾ യുണൈറ്റഡിന് കിട്ടില്ല എന്നാണ്. പക്ഷേ ഇതുകൊണ്ട് വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് BJP ആണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. BJP ഒറ്റയ്ക്ക് തന്നെ അവിടെ ഭൂരിപക്ഷം പിടിച്ചാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അത്തരത്തിലുള്ള വലിയൊരു നീക്കമാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയ്ക്ക് ശേഷം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുമായി നടത്തിയിട്ടുള്ളത്. 2 കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. ഒന്ന്, തങ്ങൾക്ക് വോട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത ഏതാണ്ട് 47 ലക്ഷത്തോളം ആളുകളെ ഒഴിവാക്കിയിരിക്കുന്നു. രണ്ടാമത്തേത്, തീർച്ചയായും ബാക്കിയുള്ള ആളുകളിൽ 6 വോട്ടർമാരിൽ ഒരാളുടെ എന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബങ്ങളിലേക്കും തന്നെ 10,000 രൂപ കൈക്കൂലിയായി കൊടുത്തുകൊണ്ട് ഭരണം പിടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങുന്നു. ഇത് പറയുമ്പോൾ മറന്നു പോകരുത്, ബീഹാറിലെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന പോലും 6,000 രൂപയാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോഴാണ് അത്ര ദരിദ്രമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ വീട്ടിലേക്ക് 10,000 രൂപ അവിടുത്തെ മഹാഭൂരിപക്ഷം ആളുകൾക്ക് ഒരു വലിയ എമൗണ്ടാണ്. അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലോട്ടാണ് ഈ 10,000 രൂപ ചെല്ലുന്നത്. തീർച്ചയായും വോട്ട് BJPക്കും NDAക്കും വീഴും.